കാസർഗോഡ് കളക്ടറേറ്റിലെ യു ഡി ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കം പുറത്തു വന്നതാണ്. പക്ഷെ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. എന്താണ് മരണകാരണം, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം, ഈ ആശാലതയുടെ കുടുംബം രംഗത്തെത്തി എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവണമെന്നും ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യമുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. അത്ര പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ മെയിൻ മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു. ചെറിയൊരു കാര്യത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ചായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. മെയിൻ സ്ഥലമാറ്റം കിട്ടിയതിലാണ് മെയിൻ പ്രശ്നം ഉണ്ടായത്. അതാണ് നമ്മളോട് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. തലേ ദിവസം ഓഫീസിലൊക്കെ അവിടെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫോൺ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അപ്പൊ അത് നോക്കിയിട്ട് അവര് പറയാന്നാണ് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലൊക്കെ ആയെങ്കിലും ഓഫീസിലായെങ്കിലും അവർ യൂണിയനിലായെങ്കിലും മെയിൻ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം മാറ്റുന്നത് പറയുമ്പോൾ തന്നെ, അതായത് ഭരണം മാറിയിട്ടായിട്ട് തന്നെ പറഞ്ഞിരുന്നു. കുറച്ചാളെ നമ്മള് നോട്ടബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്, അപ്പോ അടുത്തേക്ക് മാറ്റെന്ന് പറയാൻ കഴിയാന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നുള്ള ഇതാണ്. മുംബൈയിലെ സ്റ്റാഫുകളിലൊന്നും നല്ല ഒന്നിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാറ്റസ് എല്ലാം കാണലുണ്ട്. നല്ല തിരുവാതിര ആയാലും ബാക്കിക്കാരും. ഇപ്പൊ ഓണത്തിന്റെ സമയമായില്ലേ, അപ്പൊ അതിനുകൊണ്ട് മുമ്പേ ഓണത്തിന് ഭക്ഷണം കാര്യങ്ങളല്ലേ ഇവർ കളക്ടറേറ്റിലേക്ക് വെച്ച് കൊണ്ടുകൊടുക്കില്ലേ. അപ്പൊ ഒറ്റപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഇവളെ ഏറ്റെടുക്കും. ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവരും. പോലീസ് ഒന്ന് അന്വേഷിക്കണം. കളക്ടറേറ്റ് പോയി ചെയ്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. അവൾക്ക് മരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോവായിരുന്നില്ല. അവിടെ പോയി ചെയ്തതിനെ കൊണ്ടൊന്ന് അന്വേഷിക്കണം, വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നാണ് പോയി. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ADM-നാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായ ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഈ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയായിരുന്ന ആശാലതയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. കുടുംബം ഇത് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. ജോലിയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, മാനസികമായ ബുദ്ധിമുട്ടുകൾ അവരെ അലട്ടിയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ മറ്റെന്തോ വ്യക്തിപരമായ പ്രശ്നം ആശാലതയ്ക്ക് ഉണ്ടായിരിക്കാം. അത് അവരുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലടക്കം സൂചിപ്പിക്കുന്നത് അത് തന്നെയല്ലേ? പക്ഷേ എന്താണ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നതായി സഹപ്രവർത്തകർക്ക് അറിയാമായിരുന്നോ? സുഹൃത്തുക്കൾക്ക് അറിവുണ്ടായിരുന്നോ? എന്താണ് പോലീസിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലുകൾ? ടോമെ, ആശാലതയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് വേണം പറയാൻ. ഇതിനിടയിലാണ് ഗുരുതര ആരോപണവുമായി ഇപ്പോൾ കുടുംബം രംഗത്തെത്തിയത്. അതായത് എന്തെങ്കിലും തരത്തിൽ ഒരു മാനസിക പ്രയാസമുള്ളതായി ഇവർക്ക് ആർക്കും അറിയില്ല, അങ്ങനെ ഒരു കാര്യവും പങ്കുവച്ചിട്ടില്ല. മാത്രമല്ല വലിയ സന്തോഷവതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇങ്ങനെ ജീവനൊടുക്കാൻ എന്താണ് കാരണമെന്നത് സംബന്ധിച്ച് ഇവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണം തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം കൂടി ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ADM-ന് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഒക്കെ ഇതിൽ ബാക്കിയുണ്ട്. അതായത് ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് തന്നെയാണ് ഇതിൽ ഏറ്റവും സംശയത്തിന് ഇടയാക്കുന്നത്. എന്താണ് അത്തരത്തിലുള്ള ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടാൻ കാരണം? നിനക്ക് ഞാൻ നൽകുന്ന അവസാന പരിഗണനയാണ് എന്റെ നിശബ്ദത. ഇങ്ങനെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് ആണ് ഇവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടായിരുന്നത്. അതെന്താണ് ഇവർ അർത്ഥമാക്കുന്നത് എന്ന കാര്യമാണ് ഇതുവരെ പുറത്തു വരാത്തൊരു കാര്യം. അത് സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്, അതോടൊപ്പം ഇവരുടെ ഈ സഹപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്. ജോലി സ്ഥലത്ത് അമിത സമ്മർദ്ദം ഉണ്ട് എന്ന് അവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പോലീസിന് നൽകിയ മൊഴിയിൽ അവർ തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല എന്നും അവർ മരണമൊഴിയായി നൽകിയിട്ടുണ്ട്. തനിക്ക് മാനസിക സമ്മർദ്ദമുണ്ട്, വലിയ ഒറ്റപ്പെടൽ, അത് ഓഫീസിലായാലും വലിയ ഒറ്റപ്പെടൽ ഉണ്ടെന്ന് ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോഴും ഇതിൽ മരണത്തിൽ ആർക്കും പങ്കില്ല എന്നൊരു മൊഴിയാണ് കൊടുത്തത്. ആരെയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിനക്ക് നൽകുന്ന അവസാനത്തെ പരിഗണനയാണ് എന്റെ നിശബ്ദത എന്ന് പറയുമ്പോൾ ആരെയോ സംരക്ഷിച്ച് വെക്കുന്ന പോലെ ഒരു സൂചന അതിൽ വരുന്നുണ്ട്. അത്തരമൊരു അന്വേഷണം ഇപ്പോൾ വിദ്യാനഗർ പോലീസും നടത്തുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ അന്വേഷണം കൂടി ആകുമ്പോൾ അങ്ങനെ ഇത് കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഇവർ സ്വന്തം കാറിൽ കളക്ടറേറ്റ് കോമ്പൗണ്ടിനകത്തെത്തുന്നു. അവിടെ കാറിനകത്തിരുന്ന് ഐസ്ക്രീമിനകത്ത് എലിവിഷം കലർത്തിയാണ് ഇവർ കഴിക്കുന്നത്. പിന്നീട് ഇവർ തന്നെയാണ് ആശുപത്രിയിലേക്ക് അതേ കാർ ഓടിച്ച് താൻ എലിവിഷം
എലിവേഷൻ കഴിച്ച കാര്യം ഡോക്ടറോട് പറയുന്നു. പക്ഷെ അപ്പോഴേക്കും സ്ഥിതി മോശമായിരുന്നു, ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നീട് ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഞായറാഴ്ച ഉച്ചയോടുകൂടി ആശാലത മരണപ്പെടുന്നത്. എന്തായാലും ആത്മഹത്യാ കുറിപ്പില്ല, ഒപ്പം ഇത്തരത്തിലുള്ള മൊഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതോടൊപ്പം വാട്സാപ്പ് സ്റ്റാറ്റസും അതിലെന്തൊക്കെയോ സൂചനകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് എന്താണെന്നാണ് ഇനി സംബന്ധിച്ച് പുറത്തു വരേണ്ട വിവരം. എന്തായാലും ഇതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഗുരുതരമായ ഒരു ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു. അതായത് ഈ സ്ഥലം മാറ്റം, ജോലി സ്ഥലത്തുണ്ടാകുന്ന സമ്മർദ്ദം, ഭരണമാറ്റം വന്നതോടുകൂടി ഇടത് അനുകൂല സംഘടനാ പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന നടപടി അത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ്. പക്ഷേ അതിന് മറുവാദമായി കൃത്യമായി വി ഡി സതീശൻ പറയുന്നത് ഇവരുടെ സ്ഥലം മാറ്റം പൊളിഞ്ഞതല്ലേ. കാരണം ഇടത് സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഇവർക്ക് സ്ഥലമാറ്റം ഉണ്ടായതെന്ന് അതിന്റെ തെളിവുകൾ സഹിതം പുറത്തു വന്നതാണ്. പക്ഷെ നമുക്കറിയാം അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഈ ജോലി സ്ഥലത്തെ ഒറ്റപ്പെടലൊക്കെ വലിയ രീതിയിൽ മാനസിക സമ്മർദ്ദം സാധാരണ ജീവനക്കാരിൽ ഉണ്ടാക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? കാരണം ഇത് എന്നാണെങ്കിലും സ്ഥലം മാറ്റം അതിനുശേഷമുള്ള ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുള്ളതാണ്. ഈ ആശാലതയ്ക്ക് ഇങ്ങനെയുള്ള ഒരു മനോവിഷമം ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർ പറയുന്നുണ്ടോ? മാത്രമല്ല ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു അന്വേഷണം നിലവിൽ എങ്ങനെയാണ് നീങ്ങുന്നത്? ADM-നാണ് അന്വേഷണ ചുമതല. പക്ഷേ ഇതിൻ്റെ ഏതൊക്കെ തലങ്ങളിലായിരിക്കും അന്വേഷണം നടത്തുക? ടോമെ സൂചിപ്പിച്ചത് വളരെ പ്രധാനമാണ്. മെയ് 12-നാണ് ഇവരുടെ ട്രാൻസ്ഫർ ഓർഡർ ഉള്ളത്. അത് UDF സർക്കാർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ വാദം പൊളിയുകയാണ്. അത് മാത്രമല്ല, ഇവർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതേ ബിൽഡിംഗിൽ, അതേ കെട്ടിടത്തിൽ, അതിലും നേരത്തെ ഉണ്ടായതിനേക്കാളും ജോലിഭാരം കുറവുള്ള എൻഡോസൾഫാൻ സെല്ലിന്റെ ചുമതലയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു മാനസിക സമ്മർദ്ദമാകാൻ വഴിയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ പിന്നെന്താണ് ഇത്തരത്തിൽ ആശാലത ഇങ്ങനെ ഒരു ജീവനെടുക്കാൻ ഇടയാക്കിയ കാരണം എന്നതാണ് ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത്. അത് സഹപ്രവർത്തകർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഈ ഘട്ടത്തിൽ ഇത് അന്വേഷണം നടക്കുകയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ADM-ന്റെ അന്വേഷണമുണ്ട്. ഒരു ഭാഗത്ത് വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അവരുടെ അന്വേഷണം നടത്തുന്നുണ്ട്. കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പമാണ് കുടുംബം ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോഴും ഇതിനൊരു കൃത്യമായ ഉത്തരം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇത് ജില്ലാ കളക്ടറും വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഇങ്ങനെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ജോലി സ്ഥലത്തോ മറ്റോ ഉണ്ടായെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. പക്ഷേ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഉണ്ട് ഇവർക്ക് ഇതിന് പുറമേ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ജോലി സ്ഥലത്ത് ഇത്തരം ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി കാണാം. ഏതെങ്കിലും തരത്തിൽ ഭരണം മാറിയതാണ്. ഇവർ NGO യൂണിയന്റെ കൗൺസിൽ അംഗമൊക്കെയാണ്. സജീവ രാഷ്ട്രീയ ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നവരാണ്, സംഘടനാ പ്രവർത്തനം നടത്തുന്നവരാണ്. അതോടൊപ്പം കലാരംഗത്തും സജീവമായി നിൽക്കുന്ന ആള് തന്നെയാണ് ഇവർ. ഓണാഘോഷ പരിപാടിയൊക്കെ ഒരുക്കങ്ങൾ നടക്കുന്ന സമയമാണ്. ഇവർ പല പരിപാടികൾക്കും, അതായത് മോണാക്ട് ഉൾപ്പെടെയുള്ള പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്ന, സംസ്ഥാന തലത്തിലൊക്കെ മോണാക്ടിന് സമ്മാനം കരസ്ഥമാക്കിയ ഒരാൾ കൂടിയാണ് ഇവർ. അത്തരത്തിൽ സജീവമായിരുന്നു എല്ലാ കാര്യങ്ങളും. അത് അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ ഉണ്ടായാൽ വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി സഹപ്രവർത്തകർ കൊണ്ടുപോയി കൊടുക്കുന്ന അത്തരത്തിൽ സജീവമാണ് ഇവർ. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് വളരെ പെട്ടെന്ന്, അതും സ്വന്തം ഓഫീസിനകത്ത്, ഒരു കലക്ടറേറ്റിനകത്ത് നിന്നാണ് ഇവർ ജീവനൊടുക്കുന്നത് എന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കലക്ടർ കോമ്പൗണ്ടിനകത്ത് അവരുടെ കാറിലെത്തുന്നു. ആ കാറിനകത്ത് ഇരുന്നാണ് ഇവർ ഇങ്ങനെ ഐസ്ക്രീമിനകത്ത് എലിവേഷം ചേർത്ത് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായ ഒരു കേസാണ്. ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെയുണ്ട്. ജോലി സമ്മർദ്ദം, ജോലി ഭാരം, അല്ലെങ്കിൽ ഈ ഇടത് സംഘടനാ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സമ്മർദ്ദം നടക്കുന്നുണ്ടെന്ന ആരോപണം വരുന്നുണ്ട്. എന്തായാലും ഇതിൽ വിശദമായൊരു അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് ഒരു സംശയം ഇപ്പോഴും തുടരുകയാണ്. ടോം. യെസ്, വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ ഉദ്യോഗസ്ഥയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്ത് പ്രശ്നങ്ങളാണ് അവ അലട്ടിയിരുന്നത്, ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ്? വിവരങ്ങൾ പുറത്തു വരണം. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.